ഹലോ ഗായ്സ്. സോ നമ്മൾ കണ്ടിട്ട് കുറെ കാലങ്ങളായി, ഒരു വീഡിയോ ഇട്ടിട്ട് കുറെ കാലങ്ങളായി. അതെ, അപ്പോ ഈദ് ഹോളിഡേ ആയിട്ട് ഗോകു നാട്ടിലെത്തിണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞി ഹായ്, മോനു ഹായ്, തനു ഹായ് പറയൂ. അപ്പൊ ഓക്കെ, ഞങ്ങൾ എവിടേക്കാണ് പോകുന്നത് കുഞ്ഞി? നമ്മൾ മാലിയേക്കൽ ഹെറിറ്റേജ്. അതെ, നമ്മൾ അങ്ങോട്ട് പോവാണ്. കൊറേ കാലായി കണ്ടിട്ട് ഗോഗാജി വ്ളോഗ്സില്. അപ്പൊ നമ്മൾ വിചാരിച്ചു നോക്കി, നമ്മൾ പിള്ളേരപ്പ ഏത് കാറില് കയറി, നമ്മളെ ബെൻസിൽ കയറി. ഞങ്ങള് അച്ഛനമ്മ മനോരനടുത്തി അവര് നമ്മുടെ ജിമ്മിയിൽ വരും. സോ നമ്മൾക്ക് പോവാല്ലേ? അപ്പൊ ഓക്കെ, നമുക്ക് പോവല്ലേ കുട്ടികൾ? പോവല്ലേ നമ്മൾ? പറയൂ. ഓക്കെ, തനു ഹായ് പറയൂ. ആച്ചി പറയൂ. എവിടെ നമ്മുടെ ഇത് നമ്മുടെ അടുത്ത വ്ളോഗിന്റെ ആൾക്കാരാണ്. എവിടെ? ഓ, അവർക്ക് എനിക്കൊക്കെ മറ്റേ ഐഫോൺ ആണെങ്കിൽ കുട്ടികൾക്ക് മറ്റേ ഗോപ്രോയിലാണ് അവർ AR വ്ളോഗ് ചെയ്യുന്നത്. എന്റെ മോ എന്താ ചെയ്യാ? നമ്മളിങ്ങനെ ഇരുന്നോട്ടാ. എന്റെ മേ ഗോഗി, നമ്മളൊന്നും ഒന്നല്ലടാ. നീ പറയാറില്ലേ കുഞ്ഞിയുടെ അടുത്ത് ഗോഗാജി വ്ളോഗ് കാണുന്ന ഞങ്ങളുടെ വ്യൂവേഴ്സ് കൂടുന്നു? കുഞ്ഞി പറഞ്ഞിട്ടുണ്ടോ? ഒരു ദിവസമല്ല, പിന്നെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. എസ്പെഷ്യലി ഇത് ഗോകുരംഗാണ് ചെയ്യുന്നത്. കണ്ടാലും പടച്ചെറുപ്പേ പിന്നെന്റെ ഉള്ളിൽ പടക്ക പിടിക കത്തുന്നേ, പടക്ക പിടിക കത്തുന്നേ. എന്താടാ എന്നെ കാണിച്ചിട്ട് മാടനെന്ന് ചോദിക്കണത്? പാരഗൺ എത്തിയില്ലോ കാടാ. നമ്മളെവിടെ എത്തി? ഓ, പെണ്ണ് ചാച്ചുറങ്ങി. തന്നോ അതെ, നമ്മൾ ആദ്യം എത്തി അല്ലെ? നമ്മൾ ഓവർടേക്ക് ചെയ്തല്ലേ കുഞ്ഞവരെ? അല്ലേ മുന്ന? ആ, എടുത്തോളൂ കുട്ടി, വ്ളോഗ് എടുത്തോളൂ. ഒരാൾ ഉറങ്ങുന്നു. ജിമ്മി കൂട്ടില്ലല്ലോ. ആരതല്ല അമ്മ കുഞ്ഞാരക്കാരില്ലേ? കുഞ്ഞാരക്കാരില്ലേ? അച്ഛ നമ്മളങ്ങനെ പാരഗണിലെത്തി. ഇവിടെ നല്ല ബഹളമാണ്. ഭാഗ്യ ടീച്ചർ, കണ്ണട വെച്ച ഭാഗ്യ ടീച്ചർ. എല്ലാവരും ബിസിയാണ്. സൂപ്പർ കളിച്ച ഭയങ്കര ഗൗരവക്കാരനാണ്. നിങ്ങൾ വിചാരിക്കണ പോലെയല്ല മനോട്ട്. മനോട്ട് ഭയങ്കര ടഫാണ്. ഓക്കെ, കഴിച്ചു. സൂപ്പ് കുടിക്കാൻ എങ്ങനെയുണ്ട്? ഇതേതാണ്? എന്റെ ദം ബിരിയാണി വരും. ഇടത്തേക്ക് എന്തൊക്കെ വരും? ഞാനിങ്ങനെ സിപ്പടിക്കാം. ഇനി അടുത്ത ഫുഡായിട്ട് സൂപ്പ് വാങ്ങിയ ആള് ഞാൻ. വീഡിയോ എടുക്കുന്നത് ഫോണിൽ നിന്ന് എടുക്കുക, അല്ലാണ്ട് മനസ്സിന്നല്ല. അപ്പൊ ഞാൻ വാങ്ങിയ സൂപ്പ് കുടിക്കുന്ന ആളാരാന്ന് നോക്കിയേ. ഇതാണ് എൻ്റെ എപ്പോഴത്തെ അവസ്ഥ. ഇപ്പൊ വീണ്ടും എന്നെ ഇത് അടിച്ചു മാറ്റി തരിക. വീഡിയോ എടുക്കാന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു തരും. ഇതാണ് ആച്ചി. ആച്ചി സൂപ്പ് എങ്ങനെയുണ്ട് ആച്ചി? മോനോ സൂപ്പ് എങ്ങനെയുണ്ട്? തനു സൂപ്പ് എങ്ങനെയുണ്ട്? യമ്മി പറയുന്നോ? ഉറക്ക പറയോ?
ഒന്നും അറിയാത്ത പോലെ കഴിക്കുന്ന ഒരു അമ്മ. അച്ഛൻ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. കുഞ്ഞോ കുഞ്ഞോ സൂപ്പ് എങ്ങനെയുണ്ട്? എങ്ങനെയായിരുന്നു സൂപ്പ്? കുഴപ്പമില്ല. പിന്നെ എന്തിനാ സഹായം? അച്ചി വേണോ? ലോലിപോപ്പ് ഇത് അവിടെ വന്നല്ലോ പ്ലേറ്റിൽ. പക്ഷെ ആദ്യം എടുത്തിട്ട് ഞങ്ങൾക്ക് തരിക. കുഞ്ഞു കുഞ്ഞു മോന് കഴിക്കാൻ മേടിച്ചോ? ചിക്കൻ മണവാട്ടി. കുഞ്ഞു മോന് നോക്ക്, മണവാട്ടിനെ നോക്ക്. ദം ബിരിയാണിയാണോ? കൊടത്തില്ലല്ലേ വരാ? ഇതാണ് എന്റെ ബിരിയാണി. ഇവിടെ റീഅറേഞ്ചിങ് ആണ് സീറ്റിംഗ്. തനു തനു എന്താ കഴിക്കണേ? നല്ല മീൽസ് കഴിക്കുന്നു. നിന്റെ മണവാട്ടി ഇവിടെ? മണവാട്ടി കൊണ്ടുപോയി. മണവാട്ടിയെ മുറിക്കാൻ പോയി. മണവാട്ടി ഗോകുന് വേണോ? നല്ല സൂപ്പർ ബിരിയാണി കാണോ? ഇന്നലെ കഴിച്ചതിനേക്കാൾ നല്ലതാ. നല്ല ഫുഡൊക്കെ. അതെ, ഭയങ്കര വലിയ പോർഷനായി പോയി. അതെല്ലാം നമുക്കാണെങ്കിൽ വീട്ടിലേക്ക് പാഴ്സൽ ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി പോർഷന്റെ കുഴപ്പമില്ല. ഗൂഗിൾ ഓർഡർ ചെയ്ത് കൂടി പോയത്. ഗോകുന് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അത് ഗൂഗിളിന്റെ മിസ്റ്റേക്ക് ആണ്. അങ്ങനെയാണ് മനാട്ടെ പറഞ്ഞത്. കാരണം ഇപ്പോൾ ഗൂഗിൾ ഡയറ്റൊക്കെ നിർത്തിയിട്ടേ ഇപ്പോൾ അത് സ്റ്റൊമക്കൊക്കെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ എല്ലാത്തിനോട് ഒരു ആസക്തിയാണ്. ആസക്തി. സ്ലിം ബ്യൂട്ടിയാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. ഞാനിങ്ങനെ ഡയറ്റ് ചെയ്ത് തടി കുറയ്ക്കുന്ന പരിപാടിയില്ല. നമ്മൾ നാച്ചുറലി ഒരു 100-105 100-105 നിൽക്കുന്ന 85-95 85-95 എന്താണ് അച്ചി ഈസി പറഞ്ഞ മുന്തിരി. നിന്റെ പേരാണോ മുന്തിരി? ആച്ചിക്ക് തരോ കുഞ്ഞി? ആച്ചിയുടെ പേരാണ് മുന്തിരി. മുന്തിരി ആച്ചി. അതെ, ഫുട്ബോൾ മന കണ്ടില്ല, അവിടെ ഫുട്ബോൾ ഉണ്ട് മനാന്റെ മടിയിൽ. പക്ഷെ അതൊരു ഫുട്ബോൾ അല്ല, മനാന്റെ വയറാണ്. എനിക്കൊരു ഫുട്ബോളേ ഉള്ളൂ. 2 ടെന്നീസ് ബോൾ നിന്റെ ഭർത്താവിന്. ഒരു ഫുട്ബോളും ടെന്നീസ് ബോൾ എന്ന് പറയാൻ പറ്റില്ല. അത് ഷേപ്പ്. ഗോകു ബോഡി ഷേമിങ് ചെയ്യാൻ പാടില്ല. നമുക്ക് മനാട്ടെ ബോഡി ഷേമിങ് ചെയ്യണം. മനാട്ടെ ബോഡി ഷേമിങ് ചെയ്യാൻ എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം എന്നെ കുറിച്ചല്ല അവൻ പറയണത്, അവൻ അവനെ കുറിച്ചാണ്. അവൻ അങ്ങനെ ആയിരുന്നു. അതിന്റെ ഫോട്ടോ ഇത് അതുമല്ല മനോട്ട, വേറെ കിട്ടിയിട്ടുണ്ട്. വേറെ കിട്ടിയിട്ടുണ്ട്. അമ്മ കളിയാക്കരുതട്ടാ. നിന്റെ അമ്മ കളിയാക്കരുതട്ടാ. അമ്മ കളിയാക്കരുതട്ടാ. അമ്മ കളിയാക്കണോ? അമ്മ കളിയാക്കണോ? ആ ഫോട്ടോ അമ്മ അതുപോലെയാണ്. ഒന്ന് സൗണ്ട് കുറയ്ക്കോ? വീഡിയോ എടുക്കാം. ഗൈസ്, ഞങ്ങളെ പിന്നിലാക്കി. ഗൈസ്, മൂന്നു അച്ഛനെ പിന്നിലാക്കി. കുഞ്ഞി നോക്ക്, ആരെ മുന്നിലിരിക്കണേ നോക്ക്. വലിയ തമ്പ്ര കഴിഞ്ഞു. ഒരു വട്ടം അവരെ ഞാൻ ചാൻസ് കൊടുത്തു. ഇനി അച്ഛൻ ഫ്രണ്ടിൽ ഇരിക്കുള്ളൂ. അല്ലേ ഗോഗോ? ഇല്ലുമിനാറ്റി, 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 ഇല്ലുമിനാറ്റി.
Illuminati, Illuminati, na 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 na. കുട്ടികളെ കുറഞ്ഞു തുടങ്ങി. നോക്ക് മോനെ ഇഷ്ടായ നിനക്ക് റോഡ്? കുഞ്ഞിനെ എണീപ്പിച്ച് കാണിക്കണം. അവിടെ തിരി എണീപ്പിക്കാൻ നല്ല ഉറക്കം. മൈ ഗോഡ്, നമ്മൾ എത്താറയില്ലോ. 700 meters നമ്മൾ എത്തും. ഹലോ മിസ്റ്റർ മോനു വ്ളോഗർ. മോനു വ്ളോഗർ. കാണാനില്ലല്ലോ. അതെ, ഫുള്ള് ബീച്ചാണൊക്കെ. നമ്മളെത്തി നമ്മുടെ എൻട്രൻസില്. ഒരു വീട് പോലെ കണ്ടല്ലോ. ഗൈസ്, ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. റൂം റിസർവ് ചെയ്യുന്നുണ്ട്. ആണ് നേരെ പോയിട്ട് ലെഫ്റ്റ് അല്ല, ഒരു വണ്ടി കൂടി പിന്നാലെ ഉണ്ട്, അതൊരു ബുക്ക്ഡാ. നമ്മുടെ ജിമ്മി ഇതാ നമ്മളെ ഫോളോ ചെയ്ത് വന്നിരിക്കുന്നു. ബീച്ചിന്റെ അവിടെ ബീച്ചിന്റെ അടുത്ത് ഉണ്ടാവില്ലേ കണ്ണ? നോക്ക്, പൂൾ. നമ്മുടെ വീട്. ആ, ഇന്നത്തെ ദിവസത്തേക്ക് നമ്മുടെ വീട് ഇവിടെയാണ്. നമ്മളപ്പോ നമ്മുടെ റൂമിലേക്ക് നടക്കാണ്. മരാട്ട റൂം കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് അമ്മാവനൊക്കെ നമ്മൾ പച്ചൻ്റെ അമ്മയുടെ റൂമിലേക്കാണ് പോകുന്നത്. എവിടെയാണ് ഫുൾ കായലിന് ചുറ്റുമാണ് കേട്ടോ. ഹായ്, നൈസ്. നല്ല റൂം. വാഷ്റൂം ഒക്കെ എവിടെയാ? ഇതാണ് നമ്മുടെ ജക്കൂസി റൂം. ഓക്കെ, ജ്യൂസ് വരുന്ന നമുക്ക് എന്താ നമ്മുടെ റൂം എവിടെയാണ്? ഗോഗോ ഓപ്പൺ ചെയ്യൂ. ഗോഗോ, വെൽക്കം ടു ഹോം. താങ്ക് യു. ഹായ്. അല്ല, ബാത്റൂം ഇല്ല ഇവിടെ. ബാത്റൂം എങ്കെ? വാഷ്റൂം ഇല്ലാത്ത റൂമോ? വാവ്, നല്ലൊരു ബാൽക്കണി ഒക്കെ ഉണ്ട്. നമ്മുടെ പിന്നെ ചോട്ട ബാത്റൂമാണ്. ഓക്കേ, ജക്കൂസി ഉണ്ടല്ലോ, നമ്മൾ എടുത്തില്ല. ഒരു റൂം ജക്കൂസി മതി എന്ന് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു അല്ലേ? ബാൽക്കണി ഉണ്ടാ? ഓ മൈ ഗോഡ്, നിങ്ങക്ക് ബാൽക്കണി ഇല്ല? അമ്മ വന്നു പാൽപ്പൊടി. നിങ്ങക്ക് ഈ റൂം വേണോ അച്ഛാ? എടുത്തോ, അച്ഛത് എടുത്തോ. ഇല്ല, കുഴപ്പമില്ല അച്ഛാ. അമ്മമ്മക്ക് ഇത് വേണോ? അമ്മയുടെ മനസ്സിലുണ്ട് ബാൽക്കണിയിൽ. വരും, നമുക്ക് ഇനി അപ്പുറത്തെ റൂമില് പോവാം. അടുത്ത റൂം തുറക്കൂ, തുറക്കൂ, തുറക്കൂ. ഇതാണ് ഗോപ്രോച്ച് എടുക്കുന്നത്. നിങ്ങൾ ഇതൊന്നും ഗോപ്രോച്ച് എടുക്കില്ല. ചാർജൊന്നും ബാറ്ററി ഒന്നും കൊണ്ടു വന്നിട്ടില്ല. നല്ല എന്താ ലൈറ്റ് ഇടൂ? രണ്ട് വുഡൻ കോട്ടേജ്. യാ നമുക്ക് ബാൽക്കണി ഉണ്ട് അടുത്ത്. ആരെയാ വിളിക്കണേ? ആച്ചി പിച്ചുണ്ടാ പറ മനോട്ടാ. ശരി, അവർക്ക് ബാൽക്കണി ഇല്ല.
നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ആവശ്യമില്ല എന്നാലും എന്താ കുഞ്ഞി? അയ്യോ നീ ഗക്കൂസിയിൽ ഗക്കൂസി ഇഷ്ടപ്പെട്ടോ അമ്മ? എന്താണ് കുറച്ച് ഇഷ്ടായുള്ളൂ? അതെല്ലേ, അതെനിക്കറിയാം. ബോട്ടിംഗ് ആണോ? ആ സൈക്കിൾ ചോട്ടണം, വൈകുന്നേരം ആട്ടെ. അയ്യോ നല്ല ചൂട്. തനു നോക്കട്ടെ, തനു കുട്ടികളുടെ സന്തോഷം. തനു അങ്ങനെ കുട്ടികളെ ഞങ്ങൾ ജക്കൂസിലൊക്കെ കുറച്ച് നേരം സേഫായിട്ട് ഇരുത്തി. ആ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് കത്തിയൊക്കെ വെച്ച്, പിന്നെ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു, പുറത്തൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വിശക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ പിന്നെ മനോട്ടൻ സ്നാക്സ് ഒക്കെ ഓർഡർ ചെയ്യായിരുന്നു. വീടില്ലേ കുട്ടികളെ? എടാ മനയുടെ തല പോലും കാണാനില്ലടാ. അതിന്റെ ഇടയിൽ കൂടെ റീല് കാണുന്ന മനയാണ്. മനയുടെ പൊന്ത പൊന്ത മനയുടെ പൊന്ത മനയുടെ കൊണ്ട് പറ്റും. റെഡി 1 2 3. കബഡി മത്സരത്തിന് പോയിട്ടാണ്. നോക്കില്ല എന്ത് ഭംഗിയാ. അവിടെ ചൂണ്ട പിടിക്കുന്നത് കാണാം. ഇരയിടാണ്ട് ചൂണ്ട പിടിക്കുന്നു. കുഞ്ഞിങ്ങോട്ട് നീങ്ങി നിൽക്കൂ കേട്ടോ. കുഞ്ഞിങ്ങോട്ട് നീങ്ങി നിൽക്കൂ, എന്നിട്ട് പിടിക്കും. വലിയ ആയിട്ടില്ല. അവിടെ ഇരിക്കേ എന്റെ അമ്മോ, ഉള്ളി പൂണ്ടാ. അങ്ങോട്ട് പോവാട്ടാ. തനു, ഇവിടെയൊക്കെ ബിഗ് കോക്രോച്ച് വരുന്ന സ്ഥലാ. അണ്ണ ഞങ്ങളുടെ റൂം എങ്കെ? അണ്ണ ഞങ്ങളുടെ റൂം എങ്കെ? ബംഗാളി അണ്ണ മടക്കുന്നു. അരേ ബംഗാളിയെ, അതാ ഭാര്യയും ഭർത്താവടെ ഒരു ബോളിന് വേണ്ടി അടികൂടുന്നു. ഇല്ല ഗോഗു, വീണില്ല. ആ വളരെ നന്നായിണ്ട് ഗോഗു. ഞാൻ അറിയട്ടെ, ഞാൻ ഒന്ന് അറിയട്ടെ. മനോട് ഞങ്ങൾ ഓരോന്ന് അറിയട്ടെ. ഒന്ന് അറിയട്ടെ. താ ഒന്ന് താടാ. എന്നാ തന്നെ എന്താ കിട്ടിയ? മാങ്ങ നോക്കട്ടെ.
ചാച്ചിക്ക് തരുമോ? അയ്യോ അതിന് ചളങ്ങുണ്ട്. ഡ്രസ്സിലൊക്കെ കാപ്പി ചെയ്യണ്ട അവളുടെ. അപ്പോ ഞങ്ങള് റൂമിലൊക്കെ എത്തി. ഞങ്ങൾ ഫുൾ ഇവിടെ ഒന്ന് ചുറ്റി കാണാണ്. നല്ലൊരു റിസോർട്ട്, നല്ല പച്ചപ്പും ഹരിതാഭയൊക്കെ ഉള്ള അല്ലേ, നല്ല റിസോർട്ട് അല്ലേ, പച്ചപ്പൊക്കെ ഉള്ള നല്ല റിസോർട്ട്. ഹരിതാഭ. നല്ല വെള്ളം ഉണ്ടാവും. കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. തണുത്തള്ളം കിട്ടാവോ ഗൈസ്? അങ്ങനെ ഞങ്ങളൊന്ന് കറങ്ങി ക്ഷീണിച്ച് ചായ കുടിക്കാൻ ഞങ്ങൾ ഇറങ്ങി. എന്താ ഗോഗു? സുടാ. യെസ്, കണ്ടില്ലേ ചായക്കട. നല്ല മനേട്ടൻ ഇവിടെ ബോട്ടിങ്ങിന് പോവാള. അയ്യോ ചൂണ്ട. വാവ് ഗൈസ്, നല്ല ഫ്രഷ് ആയിട്ട് നമുക്കിവിടെ ചായയും കടിയും കിട്ടും. ഗോഗു ബോട്ടിങ്ങിന് പോണ്ടേ? ബോട്ടിങ്ങിന് പോവാണ്. ആ അമ്മയ്ക്കറിയാലേ, അമ്മയ്ക്ക് നീന്തലറിയാം. അമ്മ ദേ അവിടെ ഉണ്ട് ആ വെള്ളത്തില്. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് പൊന്തി നിൽക്കുന്നു വിചാരിക്കാലേ, വിശ്വസിക്കാലേ. ഗോഗു പേടിക്കണ്ട, ഏടത്തി സൂക്ഷിച്ച് പൊക്കളൂട്ടോ. തിരിച്ചു വരാൻ പറ്റില്ലേ? ഞങ്ങള് വേറെ അടുത്ത ബോട്ട് വന്നിട്ട് വേണം എനിക്കും അച്ഛനും ഗോകുനും പോവാൻ. അല്ല, മനോട്ടിയും കുഞ്ഞോണ്, ഐ മീൻ മോനോട്ടിയും മോനുമാണ് ചവിട്ടാൻ പോകുന്നത് ഇവിടെ. ഒരു ഫാമിലി തുഴങ്ങി വരുന്നു. വാവ്, ഹോയ് 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 ഹോയ്. ഗോഗ അയ്യോ എന്തിനാ നല്ല വെയില്. എന്താ പൊക്കണ്ടേ? പാറ. ഓ ആ, അപ്പൊ ഞങ്ങൾക്കില്ല. ആ ഇത് മതി, സെറ്റ്. ഹോയ് 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 ഹോയ്. ഇങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ട് സെന്റർ അങ്ങനെ എത്രയും ചെയ്യരുത്. മീനിന് പഴംപൊരി. ഇനിയൊരു വലിയ തീമിങ്ങ. ഓ മൈ ഗോഡ്, പിടിച്ചു. ആര് പിടിച്ചു? ഒരാളും പിടിച്ചിട്ടില്ല. അല്ല, അത് തിന്നാൻ വരണ്ടെന്നാ പറഞ്ഞത്. ആ വരുന്നുണ്ട്, പക്ഷെ പിടിച്ചിട്ടില്ല. അത്ര വലുത് കഴിക്കാൻ പാടില്ല. അത് മാത്രല്ല, ആ കൊളുത്ത് പുറത്തിറക്കണം. കഴിക്കണ സമയത്ത് കിട്ടണം. അത് നടുക്കിടും വേണം. മൂന്ന് അങ്ങോട്ട് പോവരുത് എന്റെ കൂടെ. അത് നല്ല പവറിൽ അത് പവറില് മൂന്ന് കുഞ്ഞു പിടിക്കേ. ഇത് കരിമീനാണോ? അതെ അതെ ആണോ? കുറച്ചെണ്ണത്തിനെ കൊണ്ടുവരുന്നമ്മേ, വറുത്ത് കഴിക്കാം. ഓ ബിഗ് കരിമീൻ കിട്ടിയിടാ നിനക്ക്. മോനിട്ടാ ഇട്ടോ മീനിനെ ഇട്ടോ നീ. മതിട്ടാ. അങ്ങനെ ഞങ്ങളുടെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ എല്ലാവരും മഴക്കാലാണെങ്കിലും ഭയങ്കര ചൂട് കേട്ടോ. ചൂടെന്നൊക്കെ പറഞ്ഞാൽ പോരാ, ഭയങ്കര ചൂട്. അങ്ങനെ ഞങ്ങൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല ചായ കുടിച്ചു, പഴംപൊരി കഴിച്ചു ഒക്കെ കഴിഞ്ഞ് പിള്ളേർക്ക് പൂളിൽ ഇറങ്ങണം. അപ്പം ദേ എല്ലാവരും ഇങ്ങനെ വന്നിരിക്കുന്നു. അവിടെ കണ്ടില്ലേ ഒരു മത്സ്യകന്യക. അതാ സ്വിമ്മിംഗ് പൂളിലൊരു മത്സ്യകന്യക. സ്വിമ്മിംഗ് പൂളിലൊരു മത്സ്യകന്യക. എവിടെ? പ്ലീസ് ആജി ജോയിൻ ചെയ്യുന്നില്ല. പ്ലീസ് പ്ലീസ്. ഐ ലവ് യു കുഞ്ഞേ. എന്തിനാ പോണേ? എന്തിനാ പോണേ? എന്തിനാ? അന്നോമ്മതാ
എന്തൊരു വികൃതി കുട്ടിയതേ പോണു. അയ്യോ, ഇങ്ങനൊരു പെണ്ണ് ദേയിരുന്നു എനിക്കിടി പെണ്ണ്. എന്ത് ചെയ്യണേ തനു? വീഴും ഓടരുത്, വീഴും, വഴുക്കി വീഴും. പതുക്കെ വാ, വീഴും, ചോര വീഴും. വരൂ, വീണ പൊട്ടും. ബാ, ബീച്ചിൽ പോവാം. ബാ, കൈ പിടിക്കാം ആച്ചിനെ. ആച്ചി വരൂ പറയും. എവിടിക്കാ? ഓക്കെ, കമോൺ ഗൈസ്, ബീച്ചിൽ പോവാം. വരൂ, നമുക്ക് ബീച്ചിൽ പോവാം. വാ, ബീച്ചിൽ പോവാം. ബീച്ചിലേക്ക് വന്നതാണ്. പക്ഷേ വലിയ തിര. അയ്യോ, നല്ല ഒരു ടൈം. മഴ തോർന്ന നീരം. നല്ല വൈബ് അല്ലേ? ഗൈസ്, എന്നെ കുശുമ്പ പഠിപ്പിക്കാൻ അവർ അമ്മയും മോനും കെട്ടിപ്പിടിക്കും. പെപ്സി വെച്ച് കൊടുക്കാം അമ്മയ്ക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കടലിനോട് യാത്ര പറയും. അതൊന്നും ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട്, നല്ല കാറ്റ്. നമ്മുടെ റിസോർട്ടിൻ്റെ രാത്രി ഭംഗി നിങ്ങൾ കാണണം ഗൈസ്. നോക്കൂ, അവിടെയാണ് സ്പാ. നാളെ നമുക്ക് സ്പാ ചെയ്യാൻ പോകണം. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇവരുടെ ഡൈനിങ് കാര്യങ്ങളൊക്കെ. വണ്ടികൾ വരുന്നുണ്ട്. ലൈറ്റൊക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. എനിക്കിഷ്ടമായി റിസോർട്ടല്ലേ, ഒരു വേറൊരു വൈബ്. നമ്മളെല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ പോയി വരുമ്പോൾ ഇവിടെ വരാതെ പറയും മോന് അച്ഛൻ്റെ അടുത്ത് എനിക്കാ രാത്രി ഫുഡ് കഴിച്ച് ഐസ് മെൽട്ടാക്കാണ്. ഐസ് മെൽട്ടാക്കേ? എന്തിനാ? കളിക്കാനാ? എന്ത് കളിക്കാൻ? ഓക്കെ, എന്തൊക്കെ ഇഷ്ടായ കുഞ്ഞുവിനിവിടെ? ഇതായിട്ടാണ് ഇങ്ങോട്ട് വന്ന സ്വിമ്മിംഗ് പൂളിൽ ബീച്ചിലൊക്കെ ഇറങ്ങി ബോർഡ് ഗെയിംസിനും കൂടി ഇറങ്ങാനുള്ളൂ. ഇന്ന് ബോർഡ് ഗെയിമിൽ പോണോ? എന്തിനാ അത് മോനുനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ഇത്ര ലേറ്റ് ആയില്ലേ? അപ്പൊ പോവാ. ആച്ചി പറയുന്നത് കേക്കുവോ? ആച്ചി എന്നോട് ഇറങ്ങി പോവാ. അപ്പൊ 10:30 മണിയായി. ഞങ്ങളെല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛൻ, അമ്മ, ഗോഗു, മനുവേട്ടൻ, ഏടത്തി, പിള്ളേര്. അവിടെ നമുക്ക് വഞ്ചിയൊക്കെ ഉണ്ട് ഈ സമയത്ത്. നല്ല വിശപ്പ്. ഫുഡൊക്കെ വന്നു. കുറേ എന്തൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇടയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അപ്പം അതൊക്കെ കഴിക്കണം. പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലെങ്കിലും ഭയങ്കര ടയർഡാണ്. ഇവരിക്കുണ്ട് കഴിക്കാൻ. രാത്രി വല ഇടണം. നോക്കൂ, കണ്ടോ എന്തൊക്കെയാണ് ഫുഡുകൾ. ക്ഷമയോടെ അത് മാത്രമേ ജീവിതത്തിൽ ഇൻട്രസ്റ്റ് ഉള്ളൂ. വേറെന്തൊക്കെയാ ഫുഡ്? ഓപ്പൺ ചെയ്യാനുള്ളത്. ഇന്നത്തെ ഡിന്നർ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ, നല്ലൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഇനി നാളെ ഞാനും അമ്മയും ഏണത്തും കൂടെ സ്പാ ചെയ്യാൻ പോകും. അതൊക്കെ തന്നെ നമുക്ക് നടക്കാം. ഗുഡ് നൈറ്റ് പറയാൻ ടൈമായി ഗൈസ് അല്ലേ? ഹായ് ഗൈസ് പറയൂ. ഓക്കെ, എയർപോർട്ടിലാ നമ്മള് റിസോർട്ടിലല്ലേ? ഇതിന്റെ അടക്കടക്കായിട്ട് എന്തോ സാധനം അട്ടിക്കേറി വെക്കാന്നാണ്. അതിപ്പോ
ആദ്യം ഉറങ്ങാൻ പോയ അച്ഛനാ പാവം. അച്ഛൻ പോയതോട് ഞങ്ങൾ എല്ലാവരും വീണ്ടും അവരുടെ റൂമിലേക്ക് പോയി. പിന്നെ അവിടെ ഇരുന്ന ലാസ്റ്റ് ഞങ്ങളൊക്കെ ബെഡിലെടുക്കുമ്പോൾ അച്ഛന് മാത്രം കിടക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് കളിച്ച് ചിരിച്ച് ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ പോയി. മോർണിംഗ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചായിരുന്നു മഴ ഉണ്ടെങ്കിലോ ഒന്ന്. ഇപ്പം ആണെങ്കിൽ നല്ല മഴ. ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാലോ. നല്ല മഴ. മോനോ നീ എങ്ങടാടാ? നമ്മള് വെയിലും കിട്ടി മഴയും കിട്ടി. കണ്ടില്ലേ മഴ, നല്ല മഴ. അയ്യോ ഞാൻ മഴ നനയണേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. കണ്ടില്ലേ ഇന്നും നല്ല തീരുണ്ട്. എനിക്ക് മിൽക്ക് കോഫി അല്ല, അമേരിക്കാനോ. നമുക്ക് സ്പാ ചെയ്യാനുള്ള ടൈമായി അല്ലേ? അതെ അതെ അതെ. ഓൺലി ഗേൾസ്. ഓക്കെ, ബോയ്സ് ചെയ്യുന്നില്ല. ബോയ്സിനെ പറ്റാത്തോണ്ടല്ല, ബോയ്സ് ചെയ്യുന്നില്ല. ഗോകുന് ഗേൾ തന്നെ വേണം അത്ര സ്പാ ചെയ്യാൻ. പക്ഷെ അതിവിടെ അലൗഡ് ആണ്. പക്ഷെ എന്നാലും വേണ്ടാന്ന് വെച്ചു. പോട്ടെ. ഇതാണ് അപ്പോൾ നമ്മുടെ മാലിയേക്കലെ സ്പാ റൂം. നല്ല അടിപൊളി സെറ്റപ്പാണ്. അവിടെ തന്നെ ഡോക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ നമുക്ക് സജസ്റ്റ് ചെയ്യും എന്താ നല്ലത് അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്പാ റൂം. ചെറിയൊരു വ്ളോഗിങ് പരിപാടി. ഓക്കെ ബൈ. ഹലോ. അപ്പോൾ നമ്മുടെ സ്പാ ഒക്കെ കഴിഞ്ഞു. കണ്ടൊക്കെ ചോന്നിരിക്കുന്നുണ്ട്. നല്ലൊരു അടിപൊളി സ്പാ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഓക്കെ, അവിടെ എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്യണം. നമുക്കങ്ങനെ പോവാം. നല്ല ഫ്രഷായി സ്പാ ഒക്കെ കഴിഞ്ഞപ്പോൾ. ചളിയൊക്കെ പോകാണ്ടാണോ കുറച്ച് കറക്കുന്നത്. ഇവിടെ എങ്ങനെയുണ്ടായിരുന്നു ആച്ചി? വളരെ വളരെ നല്ലതായിരുന്നു. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. എന്നാ ബാക്കിയുള്ളവർ ചെയ്യണ്ടോ എന്തെങ്കിലുമൊക്കെ നീ അന്വേഷിച്ചു? അമ്മയ്ക്ക് വയ്യ പറഞ്ഞു. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അവളുടെ കാര്യം നടത്തി. നമ്മുടെ പെട്ടികളൊക്കെ പെട്ടിയൊക്കെ കാറിലായി. നമ്മളിവിടുന്ന് പോവായി. അത് ഉള്ളിൽ കയറ്റി വെച്ചു. പോയി എടുത്തോ. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് വണ്ടിയിൽ കയറി പോവുകയാണ്. ബൈ ബൈ മാളികക്കൽ ഹെറിറ്റേജ്. ബൈ പറയടാ കുഞ്ഞു. ബൈ പറയേ. അവിടെ പാൽപ്പൊടിയൊക്കെ കഴിക്കണ തിരക്കിലാണ്. ഓക്കെ, ഞങ്ങൾ അങ്ങനെ അതിന് ബൈ ബൈ ഒക്കെ പറഞ്ഞു. ബായ്. ഇനി നമ്മൾ നേരെ വാസുവേണ്ട കടയിൽ പോയിട്ട് നല്ല ഒരു ലഞ്ച് കഴിക്കാൻ പോവാണ്. ഓക്കെ, അവിടെ കാണാം. അയ്യോ പാക്ക് കഴിഞ്ഞപ്പോ ഞാൻ മറ്റേ ഉറക്കത്തിന്റെ മൂഡിലായി പോയി ഗൈസ്. എവിടെടാ വാസുവേട്ടന്റെ കട? നീ എന്താ പറയണേ? ഒരു മുയലിറച്ചി ഉണ്ട് അവിടെ. പൊറോട്ട, മുയലിറച്ചി ഉണ്ട്. അമ്മ വേണ? എനിക്ക് ചോറിടും. സലാഡ് വേണ്ട. ആ, ഒരു ബീഫ് ഫ്രൈ എടുക്കണ്ടേ? ഒരു പോർക്ക് പിന്നെ ഒരു മൊയിൽ പറഞ്ഞിട്ടുണ്ടേ. ഈ മട്ടൻ വേണം. എനിക്ക് മട്ടൻ ചെമ്മീൻ ഫ്രൈ. ചെമ്മീൻ ഫ്രൈ ഉണ്ട്. ഒരു മീൻ മുട്ട. ഇന്ന് നമുക്ക് ഇഷ്ടമായില്ല. ഹായ്. അപ്പൊ അങ്ങനെ ഞങ്ങള് വാസറിന്റെ കടയിൽ നിന്ന് ലഞ്ച് കഴിഞ്ഞു. ലഞ്ച് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ലഞ്ച് വന്നതും ചടപടാന്നെല്ലാം തീർന്നു. ഇനിയിപ്പോ ഇവിടെ അയ്യോ ഗംഭീര ഫുഡ് എല്ലാം ഉണ്ടായിരുന്നു. ചെമ്മീൻ ഫ്രൈ, ചെമ്മീൻ കറി അടിപൊളിയായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെന്താ പറയാ, മുയലുണ്ടായിരുന്നു, താറാവ് ഉണ്ടായിരുന്നു, പോർക്ക് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ഗംഭീര ഫുഡ്. ഇനിയിപ്പോ ഞങ്ങള് വീട്ടിൽ പോകുന്നു. എല്ലാവരും ഭയങ്കര ടയേർഡായി. ഇനിയിപ്പോ വീട്ടിലോട്ടാണ് പോകുന്നത്. ഇനി നമ്മൾ നേരെ നമ്മുടെ
നമ്മുടെ ജിമ്മി പോയി. ഇപ്പൊ അതിന്റെ പിന്നാലെ ഞങ്ങൾ പോണം. ഞങ്ങള് ഓവർടേക്ക് അതെ 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 നമ്മള് പോവല്ലേ മോന് വീട്ടിലേക്ക്, ഇനി മോനുന്റെ വീട്ടിൽ പോവല്ലേ. അപ്പൊ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞു. നമ്മളൊരു സ്റ്റേക്കേഷന് പോയി ഫാമിലി ആയിട്ട് ഒരു രസം. പിന്നെ ഇവരൊക്കെ നാളെ പോകും. നാളെ അല്ല ഇന്ന് രാത്രി പോകും. അങ്ങനെ ഇനിയിപ്പോ 2 ആഴ്ച കഴിഞ്ഞാൽ ഞാൻ പോകും. അതെ ഇനിയിപ്പോ എല്ലാം വൈൻഡപ്പ് ചെയ്ത് അവര് കാനഡയ്ക്ക് പോകും. കാനഡയിൽ പോകും. അപ്പൊ നമ്മൾ ഗെറ്റ് ടുഗദർ. ഇനിയിപ്പോ എപ്പോഴാന്ന് അറിയില്ലല്ലോ. മോനു നീ പോവാണോടാ കാനഡയിലോട്ട്? അപ്പൊ ഗോകുവിനൊക്കെ നിനക്ക് മിസ് ചെയ്യോടാ? ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയൂ മോനു. ഇവിടെ പറയടാ നോക്കിട്ട്. പോവണ്ടടാ കുട്ടിക്ക് കാനഡ പോകണം സ്നോയിൽ കളിക്കാൻ. അതെ സ്നോയിൽ കളിക്കാൻ വേണ്ടിയാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ കൊറേ നാൾക്ക് ശേഷം എഡിറ്റ് ചെയ്തത്. സത്യം എത്ര കാലമായാലേ. ഇനി അടുത്ത വ്ളോഗ് മിക്കവാറും ദുബായിൽ വെച്ചായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എല്ലാവർക്കും ചാച്ചാ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. പോയില്ലേ.